ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. കാരണം എൻ്റെ മുറ്റത്ത് നിന്നപ്പോൾ നിറച്ച് പൂക്കൾ, ഇതുപോലത്തെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പൂക്കൾ മാത്രമല്ല, കുറേ പുല്ല് വളർന്ന് കിടക്കുന്നത്. പുല്ല് മാത്രമല്ല, ഇത് പുല്ലെന്ന് പറയാനായിട്ട് എൻ്റെ പൂച്ചക്കുട്ടി തിന്നും. ഈ പൂച്ചകൾ വയറുവേദന എടുത്ത് തിന്നണ ഒരു കുറ്റി പുല്ലുണ്ട്, അതുണ്ട്. പിന്നെ മുക്കുറ്റി, നിറയെ മുക്കുറ്റിയുണ്ട്. പിന്നെ അതിൻ്റെ അവിടെ പൂവാങ്കുരുന്നുണ്ട്, ഞെട്ടാഞ്ഞെടിയനുണ്ട്, പിന്നെ മുറുവണക്കിയുണ്ട്. ഒത്തിരി ചെടികൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പിന്നെ ഇതൊക്കെ പേരൊക്കെ എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ, കണ്ടാൽ അറിയാമായിരിക്കും. അപ്പോഴത്തേക്ക് പൂക്കളെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ റോസാ ചെടി എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അടുക്കളയിൽ കയറിയപ്പം കുറച്ച് തണ്ണിമത്തം കിട്ടി, ചീഞ്ഞു പോയി. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മോള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. വീഡിയോ എടുക്കണില്ല, അവൾ വീഡിയോ കാണണം. അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കണ തിരിഞ്ഞ് വന്നപ്പോൾ ഇവൾ നേരെ റൂമിനകത്തൊന്ന് കിടക്കുകയാണ്. അപ്പം പറയണം, അമ്മ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല, അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല, ഞാൻ ഇവിടെ പോയാൽ എൻ്റെ പുറകെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നെ കളിയാക്കുക. അതപ്പം പറഞ്ഞത് ചേച്ചി വരണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ വന്ന് അടുക്കളയിൽ നിന്ന് നേരെ വന്ന് അകത്തോട്ട് പോകുമായിരുന്നു. അപ്പം രാത്രി നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് പിടിച്ച വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇത് ഉച്ചയ്ക്ക്, ഇത് രാത്രി, നേരത്തെ കാണിച്ചത് രാവിലെ, അങ്ങനെയൊക്കെ കാണിക്കുന്ന വീഡിയോ ആണ്. ഇടയ്ക്ക് കട്ട് ചെയ്ത് പിടിക്കും. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി കഴിക്കേണ്ട മസാല ദോശ ഉണ്ടാക്കി വെച്ച്. അപ്പം ദോശ ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ അടുക്കളയിൽ കയറിയില്ല. അവൾ തന്നെയാണ് എനിക്കെല്ലാം ഉണ്ടാക്കിയതാണ്. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞൊരിടം പഠിക്കാൻ പോലും പോകണില്ല. കാരണം ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല ശരീരത്തിന് ക്ഷീണവും വേദനയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെഞ്ചിനകത്തൊക്കെ ചെറിയ എരിച്ചിലും പുകച്ചിലൊക്കെ വരണുണ്ട്. എനിക്കറിയത്തില്ല, എനിക്ക് എരിവൊന്നും വലുതായിട്ട് കഴിക്കാൻ പറ്റണില്ല കേസ്. അപ്പോൾ എനിക്ക് നെഞ്ചിനകത്ത് ഭയങ്കര എരിച്ചിലാണ്. അപ്പോൾ ഇവളുണ്ടാക്കിയ ദോശയിൽ മസാല വെച്ചത് നല്ല ഇച്ചിരി എരിവുണ്ട്. അപ്പോൾ അവൾ തന്നെയാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കണത്. രാവിലെ ഉണ്ടാക്കിയത് ചില സമയത്ത് മാത്രം ഞാൻ എഴുന്നേറ്റ് രാവിലെ ഉണ്ടാക്കി ഇളയ കൊച്ചിന് കൊടുക്കും. അപ്പം ഞാൻ കഴിച്ചുകൊണ്ടപ്പോൾ എനിക്ക് നെഞ്ചിനകത്ത് നല്ല എരിച്ചിലുണ്ട്. എന്നിട്ടും ഇത് കഴിച്ചപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല. 2 പിടി ഞാൻ വാരി കഴിച്ച്. പിന്നെ ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് 2 ദോശ തന്ന് കഴിച്ചിട്ട് എനിക്ക് പറ്റണില്ല എന്നെ കൊണ്ട്. അപ്പോൾ അവർ ചോദിക്കുമായിരുന്നു, എന്താ അമ്മയ്ക്ക് വയ്യെന്ന്. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാൻ എഴുന്നേക്കാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ സിനിമ കാണാൻ വേണ്ടിയിട്ട് എഴുതിക്കാൻ പോവുകയാണ്. ഇച്ചിരി വെള്ളവും കുടിച്ചിട്ട് എഴുതിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അന്നേരം ഞാൻ എന്താ പറയുക, സിനിമ കണ്ടുകൊണ്ട് അപ്പോൾ അവൾ പറഞ്ഞു അമ്മയ്ക്ക് ഒട്ടും വൈകി അമ്മ മാറിയില്ല, അമ്മയ്ക്ക് പഥ്യം കാണുമെന്നൊക്കെ പറയണം. അതുകൊണ്ടിട്ടായിരിക്കും അമ്മയ്ക്ക് വയ്യാത്തെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ള ഞാൻ കണ്ട് എനിക്ക് സംസാരിക്കാൻ വയ്യ ഗൈസ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്.